5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വീണ്ടും ഒരു അന്താരാഷ്ട്ര വാർത്ത നമുക്ക് അറിയാം. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള അവസ്ഥ അറിയിക്കുന്നതിന് വേണ്ടി എല്ലാ രാജ്യങ്ങളിലേക്കും പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുകയാണ്, MP-മാരുടെ സംഘത്തെ. അതിലേറ്റവും കൗതുകകരമായ ഒരു സംഘാംഗം അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ അസദുദ്ദീൻ ഉവൈസിയാണ്. AIMMIയുടെ പ്രസിഡൻ്റായിട്ടുള്ള അല്ലെങ്കിൽ മേധാവിയായിട്ടുള്ള അസദുദ്ദീൻ ഉവൈസി അൾജീരിയയിൽ ചെയ്ത ഒരു പ്രസംഗം ഇന്ന് വൈറലാണ്. ഈ ഉവൈസി കിട്ടിയ സമയത്തൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ മുഴുവൻ സമയവും നരേന്ദ്രമോദിയെയും BJPയും ഒക്കെ നഖശികാന്തം വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹം അൾജീരിയയിൽ ചെയ്ത പ്രസംഗം, അൾജീരിയ മാത്രമല്ല കുവൈറ്റ് പോലുള്ള UAE രാജ്യങ്ങളിലൊക്കെ പോയി അദ്ദേഹം UAEയിലും കുവൈറ്റിലും ഒക്കെ പോയി അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായി. എന്നാലും അൾജീരിയയിൽ ചെയ്തൊരു പ്രസംഗം, സഹീർ റഹ്മാൻ ലഗ്ഗി എന്ന് പറയുന്ന ലോകത്ത് ഒരു രാജ്യത്തും അഭയം കൊടുക്കാത്തൊരു ഭീകരനുണ്ട്. ആ ഭീകരൻ അഭയം കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനാണ്. അങ്ങനെ ഒരു രാജ്യത്തും അഭയം കൊടുക്കാത്ത ഒരു ഭീകരനെ പാകിസ്ഥാൻ അഭയം കൊടുക്കുമ്പോൾ തന്നെ പാകിസ്ഥാനെ നമുക്ക് ഭീകര രാജ്യമായി പറയേണ്ടി വരും എന്ന് ഉവൈസി പറയുന്നത് മറ്റൊരു സൗന്ദര്യമാണ്. കാരണം സ്വതന്ത്ര ഭാരതത്തിൽ നാളിതുവരെ എത്രയോ തവണ ബംഗ്ലാദേശുമായും പാകിസ്ഥാനുമായിട്ടൊക്കെ നമ്മൾ സംഘർഷമുണ്ടായി. അപ്പോഴൊക്കെ ഇന്ത്യയിൽ വരുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായ കുറച്ച് പേരെങ്കിലും, പിന്നെ ചില തീവ്ര സംഘടനകളും ആരെങ്കിലുമൊക്കെ ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ എടുക്കുകയും ഈ പാകിസ്ഥാൻ അനുകൂലമായ കാര്യങ്ങൾ പറയുകയും ചെയ്യും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, വളരെ വ്യത്യസ്തമായി ഉവൈസി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം. നേരത്തെ അവർ ഗ്രേ വിഭാഗത്തിലായിരുന്നില്ല, പണ്ടൊരു കാലത്തായിരുന്നു. വീണ്ടും അവർ ഗ്രേ വിഭാഗത്തിലുള്ളവരുടെ നിന്ന് അവരെ മാറ്റിയപ്പോഴാണ് കുറച്ച് സാമ്പത്തികമൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് കിട്ടത്തുടങ്ങിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ ഫണ്ടിങ് ഏജൻസികളിൽ നിന്നുമൊക്കെ അവർക്ക് IMF നിന്നും പലയിടത്തുനിന്നും പൈസ കിട്ടാൻ കാരണം ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്കിൻ്റെ ഗ്രേ ഫോഴ്സിൽ നിന്നുള്ള ഗ്രേ പട്ടികയിൽ നിന്ന് അവരെ മാറ്റിയതാണ്. വീണ്ടും അവരെ ഗ്രേ പട്ടികയിലേക്ക് കൊണ്ടുപോകണം. ഒരു കാരണവശാലും അവർക്കാരും പണം കൊടുക്കരുത്. പിന്നെ ഏറ്റവും കൂടുതൽ പരിഹാസമായി അദ്ദേഹം പറഞ്ഞത് 2019 ഒരു ഫോട്ടോ, ചൈനീസ് സൈനികരുടെ പട്ടാളക്കാരുടെ മോക്ക് ഡ്രില്ലിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് 2019. ആ ഫോട്ടോ എടുത്തിട്ട് എവിടെന്നോ എടുത്തിട്ട് പാകിസ്ഥാൻ പ്രസിഡന്റും അവിടുത്തെ സ്പീക്കറും ഒക്കെ കൂടെ അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയെ ഞങ്ങൾ ആക്രമിച്ചിരിക്കുന്നു എന്നൊരു പടമിട്ടത്, അത് ചൈനയുടെ ഒരു മോക്ക് ഡ്രിൽ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ്. നല്ലൊരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇന്ത്യയെ ഇത് ആക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പരിഹാസമാണെന്നുള്ള രീതിയിൽ ഉവൈസി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ രാജ്യസ്നേഹവും മാതൃസ്നേഹവും ഒക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. 47-ൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുമ്പോൾ കുറേ അധികം ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി, കുറേ ആളുകൾ ഇന്ത്യയിൽ തന്നെ തുടർന്നു. ഇന്ത്യയിൽ തുടർന്നിട്ടുള്ള മുസ്ലിങ്ങളെ ഒരു കാരണവശാലും ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു സംഘർഷവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു നാമമാത്രമായ ഒരു സ്ഥലത്ത്, എന്തെങ്കിലും വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഹിന്ദു മുസ്ലിം സംഘർഷമോ RSS BJP അല്ല നമ്മുടെ ക്രിസ്ത്യൻ സംഘടന എന്നൊക്കെ പറഞ്ഞ് ചെറിയ എന്തെങ്കിലുമൊക്കെ നടക്കാം. പക്ഷേ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ, സംഘപരിവാർ സംഘടനകൾ, ഏതെങ്കിലുമൊക്കെ തീവ്ര സംഘടനകൾ ആരെങ്കിലുമൊക്കെ ചെറിയ സംഘർഷം ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ എല്ലാവരും കൂടി ഇടപെട്ട്, ഭരണകൂടവും ഗവൺമെൻറ്റുകളും എല്ലാം ഇടപെട്ട് അത് ഇല്ലാതാക്കുന്ന രീതിയാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. ഒന്നിനെയും നമ്മൾ ആളെ കത്തിക്കാറില്ല. സ്വതന്ത്ര ഭാരതത്തിൽ തീർച്ചയായിട്ടും ഏകോദര സഹോദരങ്ങളെ കഴിയുമ്പോൾ അസദുദ്ദീൻ ഉവൈസിയുടെ ഈ വാക്കുകൾ വലിയ ഒരു അടിയാണ് ലോകരാജ്യങ്ങൾക്ക് ഇടയിൽ പോയി പറയുന്നതിലൂടെ നമ്മുടെ പാകിസ്ഥാന് കിട്ടുന്ന വലിയൊരു തല്ലാണിത്. എന്തിനാണ് പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവരെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തണം, ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും 5 പൈസയും അവർക്ക് ആരും കൊടുക്കരുത്. അവർ പഴയ ചൈനയുടെ ഫോട്ടോയും ഒക്കെ എടുത്ത് നമ്മുടെ രാജ്യത്തെ സൈനികരെയൊക്കെ കളിയാക്കി വളരെ മോശമായ രീതിയിൽ അവർ പ്രതികരിക്കുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? ലോകത്തെല്ലാവരും വിസ നിഷേധിച്ച, ഒരു രാജ്യത്തും അഭയം കൊടുക്കാത്ത സഹീർ റഹ്മാൻ ലക്കിയെ പോലുള്ള ഭീകരവാദികൾക്ക് അഭയം കൊടുത്ത് ഊണും ആളും അർത്ഥവുമെല്ലാം കൊടുത്ത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ആ രാജ്യത്ത് ജനാധിപത്യവുമില്ല, ഭരണഘടനയുമില്ല, ഒന്നുമില്ല. ഒരു ഭ്രാന്തൻ ആൾക്കൂട്ടമാണത് ഭരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളല്ല, ജനങ്ങൾ സാധാരണ മുസ്ലിങ്ങളും പാവപ്പെട്ട കുറേ ഹിന്ദുക്കളും ഒക്കെ അവിടെ ഉണ്ട്, അവരല്ല. പക്ഷേ അവിടുത്തെ ഭരണാധികാരികൾ ഒരു ഭ്രാന്തൻ കൂട്ടമാണ്. അവർ രക്തദാഹികളാണ്.
അവർ യുദ്ധത്തെ ആഗ്രഹിക്കുന്നവരാണ്. യുദ്ധത്തിലൂടെ ലോകരാഷ്ട്രങ്ങളെ, ഞങ്ങളെ ഇതാ ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ BJP ഗവൺമെൻറ് ഞങ്ങളെ ഇത് ആക്രമിച്ചിരിക്കുന്നു, ഞങ്ങൾക്കതുകൊണ്ട് ധനസഹായം തരണമെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പ് കൈനീട്ടുവാനും ലോകരാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങുവാനും ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുവാനും തുർക്കിക്ക് വേണ്ടിയിട്ടുള്ള വിടുപണി ചെയ്യുവാനും ഒക്കെയുള്ള വളരെ 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 ചീപ്പായിട്ടുള്ള ഒരു പൊളിറ്റിക്സ്, ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുമ്പോൾ അതിനെതിരെ ഇന്ത്യയിൽ നിന്ന് ഉവൈസിയെ പോലുള്ളവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി ശബ്ദമുയർത്തുമ്പോൾ അതൊരു വലിയ ശബ്ദമാണ്. അത് ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ജോൺ ബ്രിട്ടാസ് എന്ന ക്രിസ്ത്യാനിയും ഉവൈസി എന്ന മുസ്ലിമും ശശി തരൂർ എന്ന ഹിന്ദുവും കനിമൊഴി എന്ന ഹിന്ദുവും അങ്ങനെ എല്ലാ മതത്തിലും പെട്ടവർ, ജാതിയിൽപ്പെട്ടവർ, വിഭാഗത്തിൽപ്പെട്ടവർ, രാഷ്ട്രീയത്തിൽപ്പെട്ടവർ ലോകരാഷ്ട്രങ്ങളിൽ പോയി ഞങ്ങൾ ഒന്നാണ് എന്ന് പറയുമ്പോൾ ഭാരതം ഒന്നുകൂടി ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു. തീർച്ചയായും നമ്മളിത് കാണണം. ഇത് വളരെ മനോഹരമാണ്. അതിലേറ്റവും മനോഹരമായി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നമ്മുടെ അസദുദ്ദീൻ ഉവൈസിയുടെ വാക്കുകൾ. എത്ര പരിഹാസത്തിലാണ് പാകിസ്ഥാനെ അദ്ദേഹം കളിയാക്കുന്നതും സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹവും ഓരോ തീവ്രവാദവും പറഞ്ഞുകൊണ്ട്, ഒരു മുസൽമാന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൽ ഒരിടത്തും വന്ന് ഒരു പണിയും ചെയ്തു പോകരുത്, നിങ്ങൾക്കിത് താക്കീതാണെന്ന് ഉവൈസിയെ പോലുള്ളവർ പറയുമ്പോൾ അത് വളരെ സുന്ദരമാണ്. നമുക്ക് കേൾക്കാൻ വളരെ വളരെ രസകരവും വളരെ സൗന്ദര്യവും മനോഹാരിതയുമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി പങ്കുവെക്കുന്നത്.